KLCA വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൈതൃകം 2023 സംഗമം അക്ഷരാർത്ഥത്തിൽ നസ്രാണി ക്രൈസ്തവരുടെ തനിമയും പൊലിമയും വിളിച്ചോതുന്ന ക്രൈസ്തവ പൈതൃക വേദിയായി മാറി. പരമ്പരാഗത ക്രൈസ്തവ വേഷമായ ചട്ടയും മുണ്ടും നാടനും കവായയും ധരിച്ചെത്തിയവരുടെ സംഗമം ഡിസംബർ 9 ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് 4:30 എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്നും ആരംഭിച്ച പൈതൃക ഘോഷയാത്രയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പരമ്പരാഗത വേഷത്തിൽ അണിനിരന്നു. വർഷങ്ങൾക്ക് മുൻപ് പൂർവികർ ഉപയോഗിച്ചിരുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പുരുഷന്മാരും റാലിയിൽ ഒപ്പം ചേർന്നു. പൈതൃക ക്രിസ്ത്യൻ കലാരൂപങ്ങളായ ചവിട്ടുനാടകവും മാർഗംകളിയും പരിചമുട്ടുകളിയും അവതരിപ്പിക്കപ്പെട്ടു. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന പരമ്പരാഗത വേഷവിധാനങ്ങളും കലാരൂപങ്ങളും ഭക്ഷണ വിഭവങ്ങളും പുതുതലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് KLCA വരാപ്പുഴ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്ന പൈതൃകം പരിപാടിയുടെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് CJ പോൾ, ജനറൽ സെക്രട്ടറി റോയ് പാളയത്തിൽ എന്നിവർ അറിയിച്ചു. പഴമയുടെ രുചിക്കൂട്ടുകൾ ഉൾപ്പെടുത്തിയ ഫുഡ് ഫെസ്റ്റിവലും പൈതൃക കലാപരിപാടികളും അതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾക്കായി വിപുലമായ സംഘാടക സമിതിയാണ് രൂപീകരിച്ചിരുന്നത്. എറണാകുളം രാജേന്ദ്ര മൈതാനത്ത് വൈകിട്ട് നടന്ന പൈതൃക സംഗമത്തിൽ വരാപ്പുഴ അതിരൂപത പ്രസിഡന്റ് J പോൾ അധ്യക്ഷത വഹിച്ചു. കൊച്ചി മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ മുഖ്യപ്രഭാഷണവും അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു കല്ലിങ്കൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ആലപ്പുഴ കൃപാസനം ഡയറക്ടർ ഫാദർ VP ജോസഫ് വലിയ വീട്ടിൽ പൈതൃക ഭാഷണം നടത്തി. ഹൈബീഡൻ MP, TJ വിനോദ് MLA, KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ്, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ അണിനിരന്ന പരമ്പരാഗത വേഷവിധാനങ്ങളിലുള്ള പൈതൃകം 2023 വിശ്വാസികളുടെ സജീവ പങ്കാളിത്തത്താൽ ശ്രദ്ധ നേടി. ഷെക്കേന ന്യൂസ്, കൊച്ചി.